എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്നാണ്. കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷണൽ യൂണിറ്റ്സ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ എന്താണ്? ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് കമ്പോണൻസ് ആണ്. ദാറ്റ് ക്യാൻ മീൻ സീൻ ആൻഡ് ടച്ച്ഡ്. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന, നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് കമ്പോണൻസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുക. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മോണിറ്റർ കാണാം, മോണിറ്ററിൽ തൊടാൻ പറ്റും, അല്ലെ മൗസിൽ തൊടാൻ പറ്റും, കീബോർഡിൽ തൊടാൻ പറ്റും. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന, തൊടാൻ പറ്റുന്ന ഫിസിക്കൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സിനെയാണ് എന്ത് പറയുക? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്തായിരിക്കും? നേരെ തിരിച്ചല്ലേ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ തൊടാനൊന്നും പറ്റത്തില്ല, അല്ലെ? യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കതിനെ ടച്ച് ചെയ്ത് അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് തൊടാൻ പറ്റുന്ന ഫിസിക്കൽ കമ്പോണൻസിനാണ് എന്ത് പറയുക? ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഹാർഡ്വെയറിന്റെ എക്സാമ്പിൾസ് ആണ് മദർ ബോർഡ്, കീബോർഡ്, മൗസ്, പ്രിന്റർ. ഇതൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്ന എക്യുപ്മെന്റ്സ് ആണ്, അല്ലെ? ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എന്താ മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ? അതൊരു ക്രൂഷ്യൽ ഇലക്ട്രോണിക് കമ്പോണന്റ് സിസ്റ്റം ആണ്. കുറച്ച് ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഒക്കെ ഒരു സിസ്റ്റമാണ്. ഇലക്ട്രോണിക് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ CPU, വീഡിയോ കാർഡ്സ്, നെറ്റ്വർക്ക് കാർഡ്സ്, ഇങ്ങനെയെല്ലാം കുറച്ച് ക്രൂഷ്യൽ ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഒരു സിസ്റ്റത്തിനെയാണ് മദർ ബോർഡ് എന്ന് പറയുക. ഓക്കെ, മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ഇലക്ട്രോണിക് കമ്പോണന്റ് സിസ്റ്റം ആണ്. കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ച് CPU, വീഡിയോ കാർഡ്സ്, നെറ്റ്വർക്ക് കാർഡ്സ് പോലെയുള്ള കുറച്ച് ഇലക്ട്രോണിക് കമ്പോണൻസിന്റെ ഒരു സിസ്റ്റമാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. മദർ ബോർഡിനെ PCB ബോർഡ് എന്നും വിളിക്കും, സിസ്റ്റം ബോർഡ് എന്നും വിളിക്കും. മദർ ബോർഡ് എന്താണ്? അതൊരു ഹാർഡ്വെയറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഏതാണ് ഹാർഡ്വെയറിന് എക്സാമ്പിൾ, ഏതാണ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയണം മദർ ബോർഡ് ഹാർഡ്വെയർ ആണ്, അല്ലെ? മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ഇലക്ട്രോണിക് കമ്പോണന്റ് സിസ്റ്റം ആണ്. സച്ചസ് വീഡിയോ കാർഡ്സ്, CPU, നെറ്റ്വർക്ക് കാർഡ്സ് എക്സെട്ര. PCB ബോർഡ് എന്നും പറയും, സിസ്റ്റം ബോർഡ് എന്നും പറയും മദർ ബോർഡിനെ. അതുപോലെ കീബോർഡ് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കീബോർഡ് പഠിച്ചതാണ്. മൗസിനെ പറ്റി നമ്മൾ പഠിച്ചതാണ്. പ്രിന്ററിനെ പറ്റി നമ്മൾ അറിഞ്ഞതാണ്, അല്ലെ? നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ, ഔട്ട്പുട്ട് ഡിവൈസിലൊക്കെ ആയിട്ട് ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹാർഡ്വെയറിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പെരിഫറൽസ് ആൻഡ് പോർട്സ്. പോർട്ട് എന്ന് കേട്ടിട്ടുണ്ട്, പോർട്സ്, പെരിഫറൽസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ പെരിഫറൽസ് ആൻഡ് പോർട്സ് എന്ന് പറഞ്ഞാൽ? ദേ ആർ നോട്ട് പാർട്ട് ഓഫ് ദ മെയിൻ കമ്പ്യൂട്ടർ സിസ്റ്റം. മെയിൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ല, ബട്ട് ദേ ആഡഡ് ലേറ്റർ ടു ദ സിസ്റ്റം. അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല, അതിൻ്റെ പാർട്ട് അല്ലാത്തതും പിന്നീട് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതുമായ ചില ഐറ്റംസ് ആണ് നമ്മൾ പെരിഫറൽസ് അല്ലെങ്കിൽ പോർട്സ് എന്നൊക്കെ പറഞ്ഞത്. ദേ ആർ നോട്ട് പാർട്ട് ഓഫ് മെയിൻ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ദേ ആഡഡ് ലേറ്റർ ടു ദ സിസ്റ്റം ആണ് എന്ത് പറയുന്നത്? പെരിഫറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോർട്സ് ഈ പെരിഫറൽസിനെ നമ്മുടെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോർട്ട് വഴിയാണ്. ഓക്കെ, മനസ്സിലായി നിങ്ങൾക്ക്? പെരിഫറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത്, ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ പ്രിന്റർ വാങ്ങാറുണ്ട്. ചിലപ്പോൾ പ്രിന്റർ അതിൻ്റെ ഒരു പാർട്ട് ആയിരിക്കില്ല, എല്ലാവരും പ്രിന്റർ വാങ്ങാറില്ല. പക്ഷേ ലേറ്റർ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പ്രിന്റർ വാങ്ങി ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു, അതൊരു പെരിഫറൽ ആണ്. മനസ്സിലായോ പറഞ്ഞത്? ഇപ്പോൾ ഒരു USB, അത് കമ്പ്യൂട്ടറിൻ്റെ ഒരു പാർട്ടല്ല, മെയിൻ കമ്പ്യൂട്ടറിൻ്റെ പാർട്ടല്ല, ലേറ്റർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്തരം ഡിവൈസസിനെയാണ് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത്. ഈ പെരിഫറൽസ് ഈ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഇത്തരം പോർട്സ് വഴിയാണ്, പോർട്ട് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? പെരിഫറൽസ് കണക്ട് ചെയ്യുന്നത് ഇത്തരം ഡിഫറെൻറ്റ് പോർട്സ് വഴിയാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സ്. സീരിയൽ പോർട്ട് ഉണ്ട്, പാരലൽ പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട് ഉണ്ട്. 4 ടൈപ്പ് പോർട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ പറ്റിയാണ്. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന ഫിസിക്കൽ കമ്പോണൻസിനെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുക. കീബോർഡ് ഹാർഡ്വെയർ ആണ്, മൗസ് ഹാർഡ്വെയർ ആണ്, പ്രിന്റർ ഹാർഡ്വെയർ ആണ്, മദർ ബോർഡ് ഹാർഡ്വെയർ ആണ്. മദർ ബോർഡ് എന്ന് പറഞ്ഞൊരു PCB ബോർഡാണ്. ക്രൂഷ്യൽ ഇലക്ട്രോണിക് കമ്പോണന്റ് സിസ്റ്റംസ് ആയ CPU, വീഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ്സ് ഒക്കെ ചേരുന്നതാണ് ഈ പറഞ്ഞ മദർ ബോർഡ്, അത് PCB ബോർഡാണ്. അതുപോലെ പെരിഫറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഡിവൈസസ് ആണ്, എക്സ്റ്റേണൽ സ്റ്റോറേജ് ഡിവൈസസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡ്വെയർ ഡിവൈസസ് ആണ്. ബട്ട് ദേ ആർ നോട്ട് എ പാർട്ട് ഓഫ് മെയിൻ കമ്പ്യൂട്ടർ സിസ്റ്റം. മെയിൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ പാർട്ട് അല്ല, അതില്ലെങ്കിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. പക്ഷേ ഈ പെരിഫറൽസ് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഈ പെരിഫറൽസിന്റെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ പോർട്സ് വഴി. 4 ടൈപ്പ് ഓഫ് പോർട്സ് ഉണ്ട്. സീരിയൽ പോർട്ട് ഉണ്ട്, പാരലൽ പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട് ഉണ്ട്. സീരിയൽ പോർട്ട് used to connect devices, keyboard, mouse, modem etc. in older computer. പണ്ടൊക്കെ കമ്പ്യൂട്ടറിലോട്ട് മോഡൊക്കെ കണക്ട് ചെയ്യുമല്ലോ. മോഡം എന്തിനാ? ഇന്റർനെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ഈ മോഡം കണക്ട് ചെയ്യുന്നതും കീബോർഡ് കണക്ട് ചെയ്യുന്നതും മൗസ് കണക്ട് ചെയ്യുന്നതും ഒക്കെ ഒരു സീരിയൽ പോർട്ട് വഴിയാണ്, ഒരൊറ്റ പോർട്ടാണ്, ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു മോഡം നമ്മൾ കൊണ്ടുവന്നിട്ട് ആ മോഡും കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നത് സീരിയൽ പോർട്ട് വഴിയാണെന്ന്. ഈ സീരിയൽ പോർട്ട് വഴി കണക്ട് ചെയ്യുമ്പോൾ ഡേറ്റ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് അറിയും.
വൺ ബിറ്റ് അങ്ങനെ പോണേ. അതായത് ഇപ്പോൾ നമ്മൾ 1 2 3 4 എന്ന് 10 നിങ്ങൾ ജസ്റ്റ് ഇത് നമ്മൾ ഉള്ളിൽ കയറി ചരിഞ്ഞ് പഠിച്ചാലും നമുക്കിത് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഞാൻ ഏകദേശം എനിക്ക് പറ്റുന്ന രീതിയിലൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കാൻ ഇപ്പോൾ സമയമുള്ളൂ. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക. നമുക്കൊരു 10 ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. എങ്ങനെ? നമ്മളൊരു മോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസും ഈ കമ്പ്യൂട്ടറും തമ്മിലുള്ള ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണമല്ലോ. അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 10 ഡേറ്റ പോകണമെന്ന് വെച്ചോ. 1, അതിൻ്റെ പുറകെ 2, അതിൻ്റെ പുറകെ 3, അതിൻ്റെ പുറകെ 4, അങ്ങനെ 1 ബിറ്റ് അറ്റ് എ ടൈമാണ് സീരിയൽ പോർട്ടിൽ പോണത്. 1 ബിറ്റ് അറ്റ് എ ടൈം ആയിരിക്കും സീരിയൽ പോർട്ടിൽ പോണത്. അപ്പോൾ 10 എണ്ണം പോകണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് പോകുമ്പോൾ അതിൻ്റെതായ സ്ലോനെസ് ഉണ്ടായിരിക്കും. സീരിയൽ പോർട്ട് മനസ്സിലായല്ലോ. നെക്സ്റ്റ് പാരലൽ പോർട്ടാണ്. പാരലൽ പോർട്ട് എന്ന് പറയുമ്പോൾ സെവറൽ ബിറ്റ് സൈമിൾട്ടേനിയസ്ലി ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. അതായത് പാരലൽ പോർട്ട് ആവുന്ന സമയത്ത് ഇതേപോലെ 10 ഉണ്ടായിരിക്കും. പാരലി 1 2 3 4 10 ഉണ്ടായിരിക്കും. അപ്പോൾ 0 ഇവിടെ കൂടെ പോകുന്ന സമയത്ത് 1 താഴെ കൂടെ പോകും, 2 അതിൻ്റെ താഴെ കൂടെ പോകും, 3 പോകും. അറ്റ് എ ടൈം ഇതെല്ലാം സൈമിൾട്ടേനിയസ്ലി പോവുകയാണ്. അപ്പോൾ വെൻ വി കമ്പയർ ടു ദ സീരിയൽ പോർട്ട്, ഇങ്ങനെ 1 by 1 ആയിട്ട് പോകുന്നതാണോ 10 പേരും പാരലി പോകുന്നതാണോ സ്പീഡ്? എപ്പോഴും സ്പീഡ് 10 പേര് സൈമിൾട്ടേനിയസ്ലി പോകുമ്പോഴായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ്. പാരലൽ പോർട്ട് ആവുമ്പോഴേക്കും സെവറൽ ബിറ്റ്സ് സൈമിൾട്ടേനിയസ്ലി ട്രാൻസ്മിറ്റ് ചെയ്യുമായിരിക്കും, ഡേറ്റ പോവുമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്ററാണ് നമ്മൾ സീരിയൽ പോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ദേ യൂസ് ടു കണക്ട് എ പ്രിന്റർ ഓർ എ സ്കാനർ. ഒരു പ്രിന്ററോ സ്കാനറോ ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിനോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ പോർട്ടാണ്. നോർമലി കീബോർഡ് അല്ലെങ്കിൽ മൗസ് അല്ലെങ്കിൽ മോഡം ഒക്കെ കണക്ട് ചെയ്യുന്നത് പഴയ കമ്പ്യൂട്ടറിലൊക്കെ ഇതൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഏത് വഴിയാണ്? സീരിയൽ പോർട്ട് വഴിയാണ്. എന്നാൽ പ്രിന്റർ, സ്കാനർ പോലുള്ള ഡിവൈസസ് കണക്ട് ചെയ്യുന്നത് പാരലൽ പോർട്ട് ഉപയോഗിച്ചിട്ടാണ്. പാരലൽ പോർട്ട്. മൂന്നാമത്തേത് USB പോർട്ടാണ്. USB പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ USB പോർട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ സ്പീഡിലായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ നടക്കണം അല്ലേ. ഹൈ സ്പീഡിലായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. അത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് USB പോർട്ട് യൂസ് ചെയ്യുന്നത്. USB പോർട്ട് USB ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഇത് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുപോലെ തന്നെ ഹൈ സ്പീഡ് ഡേറ്റ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്, നല്ല സ്പീഡായിരിക്കും. നാലാമത്തത് വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ടാണ്. വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട് എന്നുള്ള പേര് തന്നെ ഉണ്ടെന്നുണ്ട്. വീഡിയോ ഗ്രാഫിക്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് വീഡിയോ ഒക്കെ കാണുന്ന, ലൈക്ക് നമുക്കൊരു പ്രൊജക്ടർ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മോണിറ്റർ കണക്ട് ചെയ്യണം. നമുക്ക് അതിൽ വിഷ്വൽസ് കാണണമല്ലോ, വീഡിയോസ് കാണണമല്ലോ. അപ്പോൾ പ്രൊജക്ടർ അല്ലെങ്കിൽ മോണിറ്റർ ഇതൊക്കെ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ടാണ് എന്ത്? വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട്. ഇതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. നമുക്കിപ്പോൾ ഒരു പ്രൊജക്ടർ കൊണ്ടുവച്ചിട്ട് നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? നമ്മൾ ഇങ്ങനെ ഒരു പോർട്ട് നമ്മുടെ കയ്യിൽ വേണം. ഏത് പോർട്ട് വേണം? വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട് നമ്മുടെ കയ്യിൽ വേണം. ഒരു പ്രിന്ററോ സ്കാനറോ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? പ്രിന്ററോ സ്കാനറോ ഒക്കെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാരലൽ പോർട്ട് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സീരിയൽ പോർട്ട് ഉണ്ട്, പാരലൽ പോർട്ട് ഉണ്ട്, USB പോർട്ട് ഉണ്ട്, വീഡിയോ ഗ്രാഫിക്സ് പോർട്ട് ഉണ്ട്. സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 1 by 1 ആയിട്ടായിരിക്കും ബിറ്റ്സ് പോകുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്ലോ ആയിരിക്കും. പാരലൽ പോർട്ടിൽ സൈമിൾട്ടേനിയസ്ലി ബിറ്റ് ട്രാൻസ്ഫർ നടക്കും, അപ്പോൾ അത് സ്പീഡായിരിക്കും. USB പോർട്ട് ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്, വെരി ഫാസ്റ്റ് ആയിട്ട് തന്നെയായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്. VG പോർട്ട് യൂസ് ചെയ്യുന്നത് വീഡിയോ ഗ്രാഫിക്സിനൊക്കെ വേണ്ടിയിട്ടാണ്, മോണിറ്റർ പ്രൊജക്ടർ ഒക്കെ കണക്ട് ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ പെരിഫറൽസ് എന്താണെന്ന് പറഞ്ഞു, പോർട്സ് എന്താണെന്ന് പറഞ്ഞു. ഹാർഡ്വെയർ എന്താണെന്ന് മനസ്സിലായാലോ. കമ്പ്യൂട്ടറിൻ്റെ പുറത്ത് കാണുന്ന നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ കമ്പോണൻസ് ആണ് ഹാർഡ്വെയർ എന്ന് പറഞ്ഞത്. ഇൻപുട്ട് ടു ഡിവൈസസ് ലൈക്ക് മോണിറ്ററും കീബോർഡും മൗസും മദർ ബോർഡും ഒക്കെ വരുന്നുണ്ട്. മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് എന്താണ്, അത് ക്രൂഷ്യൽ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. മദർ ബോർഡ് അതിന് PCB ബോർഡ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പിന്നെ പെരിഫറൽസ് എന്ന് പറഞ്ഞാൽ ചില ഇതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ തന്നെയാണ്, പക്ഷേ ചിലപ്പോൾ അത് മെയിൻ കമ്പ്യൂട്ടറിൻ്റെ പാർട്ട് അല്ലായിരിക്കും. നമ്മൾ പിന്നീട് അതിനകത്തേക്ക് ആഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും, ലൈക്ക് നമ്മുടെ പ്രിന്ററും സ്കാനറും ഒക്കെ പോലെ തന്നെ. ഇനി ഈ പെരിഫറൽസും കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പോർട്സ്. അതാണ് സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, അതുപോലെ USB പോർട്ട്, വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട്, 4 പോർട്സ്. ഇത്രയും ക്ലിയർ ആണല്ലോ. SMPS എന്ന് പറഞ്ഞ കമ്പോണൻറ്റ് എന്താ ചെയ്യുന്നത് അറിയോ? കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിന് ആവശ്യമായ പവർ, അഡിക്കേറ്റ് പവർ കൊടുക്കുന്നത് SMPS ആണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് TV കണക്ട് ചെയ്യണമെന്ന് വെച്ചു, കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് TV കാണണമെന്നുണ്ടെങ്കിൽ TV ട്യൂണർ കാർഡ് വേണം. TV ട്യൂണർ കാർഡ് ഇതൊക്കെ ഈ പറഞ്ഞ ഹാർഡ്വെയറിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? SMPS എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ മദർ ബോർഡിന് അഡിക്കേറ്റ് പവർ കൊടുക്കുന്നത് SMPS വഴിയാണ്. TV ട്യൂണർ കാർഡ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഡിവൈസ് ആണ് ഹാർഡ്വെയറിൽ വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഒരു ഓപ്ഷനിൽ ഇത് ഹാർഡ്വെയർ ആണോ സോഫ്റ്റ്വെയർ ആണോ ചോദിച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഫിസിക്കലി കാണാൻ പറ്റുന്ന, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡിവൈസസിനെ നമുക്ക് എന്ത് പറയാം? കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഹാർഡ്വെയർ ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയറിനെ പോലെ നമുക്ക് തൊട്ട് നോക്കാനോ സെൻസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ആക്ച്വലി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സോഫ്റ്റ്വെയർ ദേ കനോട്ട് ബി സെൻസ്ഡ് ബൈ ടച്ച്. നമുക്ക് ടച്ച് ചെയ്ത് സെൻസ് ചെയ്യാൻ പറ്റില്ല.
സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. കമ്പ്യൂട്ടറിന് എങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, നമ്മൾ C++, ജാവ പോലത്തെയൊക്കെ ലാംഗ്വേജ് വെച്ചിട്ട് ഇൻസ്ട്രക്ഷൻസ് എഴുതി അല്ലെ അത് കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണ്. ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ആ കമ്പ്യൂട്ടർ ആ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഓരോ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, ആ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് ത്രൂ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ഹാർഡ്വെയർസ്. ഈ ഹാർഡ്വെയർസിനെല്ലാം കൺട്രോൾ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ആക്ച്വലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ 2 നമ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ട് അതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പോൾ 2ഉം 3ഉം ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് തരണം എന്നുണ്ടെങ്കിൽ ആദ്യം അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊടുത്തിരിക്കണം. ഇങ്ങനെ ചെയ്യണം, ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എഴുതി നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുത്തിട്ടുണ്ടാകും. ഇങ്ങനെ എഴുതി കൊടുക്കുന്ന ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ നമ്മൾ പ്രോഗ്രാംസ് എന്ന് വിളിക്കുക. അപ്പോൾ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോഗ്രാംസ് ചെയ്യുന്നവരാണ് പ്രോഗ്രാമേഴ്സ്. ഓക്കെ, സോഫ്റ്റ്വെയർസ് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിരിക്കില്ല നമ്മളോട് ചോദിക്കുന്നത്, എക്സാമ്പിൾ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, സിസ്റ്റം സോഫ്റ്റ്വെയർ കോർഡിനേറ്റ്സ് ഹാർഡ്വെയർ കമ്പോണൻസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ കീബോർഡ്, മൗസ് തുടങ്ങിയ ഹാർഡ്വെയർ കമ്പോണൻസ് ഉണ്ട്. നമ്മൾ കീബോർഡിൽ എൻ്റർ ചെയ്യുന്നു, അവിടെ എന്തോ സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പവർ ഓൺ ആക്കുന്ന, അപ്പോൾ സിസ്റ്റത്തിൽ മോണിറ്ററിൽ നമ്മൾ കാണുന്ന റിസൾട്ട്. അപ്പോൾ ഈ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ, ഈ കോർഡിനേഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഡിസൈൻ ടു റൺ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും തമ്മിൽ, അതായത് ഇപ്പോൾ കീബോർഡ്, മൗസൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് ഓരോ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ കീബോർഡ്, മൗസും ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും തമ്മിലൊരു കോർഡിനേഷൻ നടുക്ക് നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ മോണിറ്റർ ഇരിക്കുന്നു, ഇവിടെ കീബോർഡ് ഇരിക്കുന്നു. കീബോർഡിൽ എന്തോ ചെയ്യുമ്പോൾ ഇവിടെ റിസൾട്ട് കാണുന്നു. അപ്പോൾ ഇതിന് നടുക്ക് നിന്നുകൊണ്ട് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇപ്പോൾ വിൻഡോസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. ഈ സിസ്റ്റവും യൂസറും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതിന് മീഡിയേറ്റർ ആയിട്ട് ഇപ്പോൾ വിൻഡോസോ അങ്ങനെയുള്ള ഒരു OS ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിവൈസ് ഡ്രൈവ്സ് ആയിട്ട്, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഒക്കെ ആയിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുകയാണ്. ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഡിഫറെൻറ്റ് ഹാർഡ്വെയർ കമ്പോണൻസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും തമ്മിലുള്ള കോർഡിനേഷൻ ചെയ്യുന്ന ആളാണ് ആര്? സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ഫസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ കാണുന്നത് ഒരു വിൻഡോസ് ആണെങ്കിൽ അതൊരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഡിസൈൻ ടു ഹെൽപ്പ് യൂസർ ടു പെർഫോം സ്പെസിഫിക് ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് ടാസ്ക് ആണ്. അപ്പം ഞാൻ ഒരു യൂസറാണ്, എനിക്ക് കമ്പ്യൂട്ടറിൽ പടം വരയ്ക്കണം. അപ്പം ഞാൻ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്തത്, ഞാൻ പെയിൻ്റ് എടുത്ത് ഞാൻ പടം വരയ്ക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ടാസ്ക് അവിടെ നടത്തി തരാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താ ചെയ്യണേ, അത് നമ്മൾക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. അപ്പം കമ്പ്യൂട്ടറിൽ നമ്മൾ കോപ്പി ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, അതേപോലെ ഫയൽ കംപ്രഷൻ ചെയ്യുന്നു, അങ്ങനെയുള്ള ചില സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടാലി പോലത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസറിന് വേണ്ട ടാസ്ക് ചെയ്തു തരുന്നു. വിൻഡോസ് പോലെയുള്ള ചില സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇവിടെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് ലൈക്ക് കോപ്പിംഗ് ഫയൽസ്, പാസ്വേഡ് പ്രൊട്ടക്ഷൻ, ഫയൽ കംപ്രഷൻ ഒക്കെ ചെയ്യുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്. എന്ന് വെച്ചാൽ പ്രൊപ്രൈറ്റർ ഒരു അവകാശം ഉണ്ട് അതിന്, അല്ലേ? ഇറ്റ് ഡസ് നോട്ട് ഗിവ് യൂസർ ഫ്രീഡം ടു സ്റ്റഡി, മോഡിഫൈ ആൻഡ് ഷെയർ ദ സോഫ്റ്റ്വെയർ. ഇതൊരു പ്രൊപ്രൈറ്റർ ഉണ്ട്, അതായത് നമുക്ക് തോന്നുന്ന പോലെ ആ സോഫ്റ്റ്വെയറിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. യൂസറിന് ഒരു ഫ്രീഡം ഇല്ല. അതിൻ്റെ ഒരു കാര്യം പോലും സ്റ്റഡി ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതിന് കുറച്ച് റൈറ്റ്സ് ഉണ്ട്. അതാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ MS ഓഫീസ്. ആ MS ഓഫീസ് അതിനകത്ത് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരുന്നത് അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. യൂസറിന് അതിനകത്ത് ഒരു ചേഞ്ചും ചെയ്യാൻ പറ്റത്തില്ല. പ്രൊപ്രൈറ്റർ ഉണ്ടെന്ന് ഓർത്താൽ മതി. അവകാശം ഉണ്ട്, അവർ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സോഫ്റ്റ്വെയർ ആണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ലീഗൽ റൈറ്റ് ഉണ്ട് അതിന്. ചില പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന് ടൈം ലിമിറ്റും ഉണ്ട്. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റഡ് പീരീഡിലേക്കുള്ള പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ് ഷെയർവെയർ എന്ന് പറഞ്ഞാൽ. ഷെയർവെയർ അല്ലെങ്കിൽ ട്രയൽ വെയർ. പിന്നെ ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പേര് തന്നെ ഉണ്ട്, യൂസറിന് ഫ്രീ ആണ്. ഇറ്റ് അലൗ യൂസർ ടു സ്റ്റഡി, മോഡിഫൈ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്. നമുക്കത് സ്റ്റഡി ചെയ്യാൻ പറ്റും, നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, വേറെ ഒരു ഷെയർ ചെയ്യാനൊക്കെ പറ്റും. ഫോർ എക്സാമ്പിൾ ലിനക്സും വിൻഡോസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലിനക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, വിൻഡോസ് ഒരു
പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് യൂസറിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. ലിനക്സ് അങ്ങനെയല്ല. ലിനക്സ് നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്ത് തരാം, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂസറിന് ഫ്രീഡം ഉണ്ട് ലിനക്സിന്, മനസ്സിലായില്ലേ? അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞത്. ഓക്കെ, ജനറിക് സോഫ്റ്റ്വെയർ ഉണ്ട്. ജനറിക് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി യൂസ് ഫോർ എ നമ്പർ ഓഫ് ഡിഫറെന്റ് പർപ്പസ് വിത്തൗട്ട് റിക്വയറിംഗ് മോഡിഫിക്കേഷൻ. അതായത് ചില സോഫ്റ്റ്വെയർ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സോഫ്റ്റ്വെയറിനെയാണ് ജനറിക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഫേംവെയർ ഉണ്ട്. ഫേംവെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ഓൺ ഹാർഡ്വെയർ. അതായത് കമ്പ്യൂട്ടർ ചിപ്സ് ദാറ്റ് ഹാവ് പ്രോഗ്രാംസ് റെക്കോർഡഡ് ഓൺ ദം. ചില ചിപ്സിൽ ചില പ്രോഗ്രാംസ് ഓൾറെഡി റെക്കോർഡഡ് ആയിരിക്കും. അത് എന്താ പറയുക, ഹാർഡ്വെയറിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ചില ചിപ്സ് ഉണ്ട്, ആ ചിപ്സിൽ തന്നെ പ്രോഗ്രാംസ് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെയാണ് നമ്മൾ ഫേംവെയർ എന്ന് പറയുന്നത്. നമ്മൾ എഴുതി കൊടുത്താൽ ഓൾറെഡി പ്രോഗ്രാംസ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഫേംവെയർ എന്ന് പറയുന്നത്. അതായത് റോം, EEPROM, ഫ്ലാഷ് മെമ്മറിയിലൊക്കെ എല്ലാം അവിടെ ഓൾറെഡി റെക്കോർഡഡ് ആണ്. എല്ലാ പ്രോഗ്രാംസ് എല്ലാം റെക്കോർഡഡ് ആണ്. റോം, EEPROM, ഫ്ലാഷ് മെമ്മറിയൊക്കെയാണ് അതിന് എക്സാമ്പിൾ. അതിനെയാണ് ഫേംവെയർ എന്ന് വിളിക്കുന്നത്. കോമൺ ഫേംവെയർ കണ്ടെയ്നിങ് ഡിവൈസസ് ഏതൊക്കെയാണ്? ഫേംവെയർ ഉള്ള ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺസ്, ഡിജിറ്റൽ ക്യാമറയിലൊക്കെ ഇതേപോലെ ഫേംവെയർ കാണാൻ പറ്റും. അതായത് ഹാർഡ്വെയറിൽ തന്നെ ചില പ്രോഗ്രാംസ് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്. ഡിജിറ്റൽ ക്യാമറയിൽ ചില ഫങ്ഷൻസ് ഓൾറെഡി ഉണ്ട്, മൊബൈൽ ഫോൺസിൽ, കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഫേംവെയർ എന്ന് പറയുക. അതായത് ഓൾറെഡി പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ആ സോഫ്റ്റ്വെയർ അവൈലബിൾ ഓൺ ദ ഹാർഡ്വെയർ ആയിരിക്കും. റോം, EEPROM, ഫ്ലാഷ് മെമ്മറി ഒക്കെ ഇതേപോലെ ഫേംവെയർ ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ചിപ്സ് ദാറ്റ് ഹാവ് പ്രോഗ്രാംസ് റെക്കോർഡ് ഓൺ ദം ആയിരിക്കും. അതിനകത്ത് തന്നെ പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ വിച്ച് ആർ കോപ്പിറൈറ്റഡ് ബട്ട് സ്റ്റിൽ ക്യാൻ ബി യൂസ് ഫോർ ഫ്രീ ആയിട്ട്. അതായത് ഓൾറെഡി കോപ്പിറൈറ്റഡ് ആണ്, പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതാണ് ഫേംവെയർ എന്ന് പറഞ്ഞത്. അപ്പം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത്, പറ്റാത്തത് ഏത്, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ഭാഗങ്ങൾ വായിക്കുമ്പോൾ. ലൈക്ക് നമുക്ക് ഓപ്പൺ സോഴ്സ്, നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ഫ്രീ സോഫ്റ്റ്വെയർ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഫേംവെയറും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതാണ് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. പിന്നെ എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണോ, അത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ, അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണോ എന്നൊക്കെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ് കേട്ടോ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഫൗണ്ടർ. ഫ്രീ സോഫ്റ്റ്വെയർ നമ്മുടെ ലിനക്സ് പോലത്തെ ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഫൗണ്ടറാണ് റിച്ചാർഡ് സ്റ്റോൾമാൻ. അദ്ദേഹം തന്നെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന ടേമും കൊടുത്തിട്ടുള്ളത്. ആരാണ്? റിച്ചാർഡ് സ്റ്റോൾമാൻ ആണ് ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ഫൗണ്ടർ. ബയോസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഈ ബയോസ് ഇതൊരു ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു ബിൽറ്റ് ഇൻ സോഫ്റ്റ്വെയർ ആണ് ബയോസ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കൂലേ, സിസ്റ്റം അങ്ങോട്ട് ഓൺ ആക്കൂലേ, പവർ ഓൺ ആക്കൂലേ, അപ്പോൾ ആദ്യം കാണുന്നത് ആക്ച്വലി ഈ ബയോസ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫസ്റ്റ് സിസ്റ്റം പ്രോഗ്രാം ആണ്. നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ പവർ ഓൺ ആക്കുമ്പോൾ ആദ്യം കാണുന്നത് ബയോസ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ബയോസ് വന്നു കഴിഞ്ഞിട്ട് അത് ഒരു ചെക്കിംഗ് ഉണ്ട്, ഒരു ചെക്കിംഗ് നടക്കുന്നുണ്ട് അവിടെ, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാ ഹാർഡ്വെയർ കമ്പോണൻസ് എല്ലാം പ്രോപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ചെക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ്, അതായത് പോസ്റ്റ് എന്ന് പറയും, POST, പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ബയോസും പോസ്റ്റും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ, പവർ ഓൺ ആക്കുമ്പോൾ ആദ്യം വരുന്നതാണ് ബയോസ്. പിന്നെ ബയോസ് കുറച്ച് ടെസ്റ്റൊക്കെ അവിടെ നടത്തും, അതാണ് പോസ്റ്റ്. പോസ്റ്റിന്റെ ഫുൾ ഫോം എന്താണ്? പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ഓൺ ബൂട്ടപ്പ്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുമ്പോൾ ബൂട്ടപ്പ് നടക്കുമ്പോൾ ആദ്യത്തെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ ആണ് അത് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റോം ബയോസിലാണ്. എവിടെയാണ്? റോം ബയോസിലാണ്. ഓക്കെ, പിന്നെ ഫേംവെയർ സ്റ്റോർഡ് ഇൻ റോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സോഫ്റ്റ്വെയറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞു. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് യൂസറിനെ ആപ്ലിക്കേഷൻ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന, ഹാർഡ്വെയറിനെയും ആപ്ലിക്കേഷൻ തമ്മിലൊരു കോർഡിനേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നമ്മുടെ വിൻഡോസ് ഒക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസറിൻ്റെ ടാസ്ക് പെർഫോം ചെയ്ത് തന്നെ ആളാണ്. നമ്മുടെ ടാലി പോലത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്. അത് കമ്പ്യൂട്ടറിൻ്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസിലേക്ക് ഫയൽ കോപ്പി ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, കംപ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്.
പിന്നെ ജനറൽ പർപ്പസ്, അതായത് ഒന്നിൽ കൂടുതൽ ഡിഫറെൻറ്റ് പർപ്പസ് ചെയ്യാൻ പറ്റുന്ന ആണ് ജനറിക് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ ഫേംവെയർ ഓൾറെഡി ഹാർഡ്വെയറിൽ അവൈലബിൾ ആണ്. ഫേംവെയർ അത് ഓൾറെഡി അവിടെ പ്രോഗ്രാംസ് റെക്കോർഡഡ് ആണ് അതിൻ്റെ ഹാർഡ്വെയറിൽ തന്നെ. അതാണ് EEPROM ഫ്ലാഷ് മെമ്മറി പോലെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ റോമിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇത് കോപ്പിറൈറ്റഡ് ആണ്, പക്ഷെ നമുക്ക് സ്റ്റിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഫേംവെയർ എന്ന് പറയുന്നത്. പിന്നെ ബയോസ് ഓൺ ആക്കുമ്പോൾ ആദ്യം വരുന്നത് പോസ്റ്റ്, അവിടെ നടക്കുന്ന ഡയഗ്നോസിസ് ടെസ്റ്റ് ആണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ. ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഫൗണ്ടർ ആ ടേം കാരുടെയാണ്, റിച്ചാർഡ് സ്റ്റോൾമാൻ്റെയാണ്. പുള്ളി ഭയങ്കര റിച്ചാണ്, അതാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഒക്കെ തരുന്നത്. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എല്ലാം ഫ്രീ ആയിട്ട് തരാം. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഫൗണ്ടർ ആരാണ്? റിച്ചാർഡ് സ്റ്റോൾമാനാണ്. റിച്ചാർഡ് സ്റ്റോൾമാൻ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ബൂട്ടിംഗ് കേട്ടിട്ടുണ്ട്. ബൂട്ടിംഗ് എന്താ? ബൂട്ടിംഗ് എന്ന് അറിയാമോ? നമ്മുടെ കമ്പ്യൂട്ടർ നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതാണ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് പവർ ഓൺ ആക്കുമ്പോൾ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം വരും. നമ്മളൊരു സ്ക്രീൻ ഇങ്ങനെ തെളിഞ്ഞ് കാണും അല്ലെ, വിൻഡോസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി. അതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണല്ലോ വിൻഡോസ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അവിടെ അങ്ങോട്ടേക്ക് ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബൂട്ടിംഗ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഓഫ് ബൂട്ടിംഗ് ഉണ്ട്. കോൾഡ് ബൂട്ടിംഗും ഉണ്ട്, വാം ബൂട്ടിംഗും ഉണ്ട്. വാം ബൂട്ടിങ്ങിന്റെ മറ്റൊരു പേരാണ് സോഫ്റ്റ് ബൂട്ട് എന്ന്. ഈ വാം ബൂട്ടിംഗ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അത് മെത്തേഡ് ഓഫ് റീസെറ്റിംഗ് a computer system that is already powered on. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഓൾറെഡി പവർ ഓൺ ആയതിനു ശേഷം അവിടെ റീസെറ്റിംഗ് നടക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? വാം ബൂട്ട് എന്ന് പറയുക. ഓൾറെഡി അവിടെ പവർ ഓൺ ആയതിനു ശേഷം, സിസ്റ്റം പവർ ഓൺ ആയതിനു ശേഷം ബൂട്ടിംഗ് നടക്കുന്നതാണ് വാം ബൂട്ടിങ്. വാം ബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തേഡ് ഓഫ് റീസെറ്റിംഗ് ദ കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ സിസ്റ്റം റീസെറ്റ് ചെയ്യുന്നത് പവർ ഓൺ ആയതിനു ശേഷമാണ്. അത് പവർ ഓഫ് ആയതിനു ശേഷമാണ് ഇത് ടേൺ ഓൺ ചെയ്യുന്നത്, റീസെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് ഹാർഡ് ബൂട്ടിംഗ് എന്ന് പറയാം. ഇത്രയും മനസ്സിലാക്കി മതി. ബൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ OS കമ്പ്യൂട്ടറിലോട്ട് ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അത് ടേൺ ഓൺ പവർ ഓൺ ആയതിനു ശേഷമാണെങ്കിൽ അത് വാമാണ്. ഓൺ ആകുമ്പോൾ ചൂട് വന്നെന്ന് വിചാരിച്ചാൽ മതി. വാം ബൂട്ടിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ് ബൂട്ടിംഗ് ആണ്. ഓഫ് ആയിട്ടാണെങ്കിൽ അത് കോൾഡ് ബൂട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കണ്ടു. ഹാർഡ്വെയർ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന ഫിസിക്കൽ കമ്പോണൻസ് ആണ്. അത് പെരിഫറൽസ് ഉണ്ട്. ചില കമ്പോണൻസ് ആദ്യമേ ഉണ്ടാവില്ല, പിന്നീട് വാങ്ങി വെക്കണമായിരിക്കും. പെരിഫറൽസും നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പോർട്സ് വഴി. പോർട്ട് 4 ടൈപ്പ് നമ്മൾ പറഞ്ഞു, സീരിയൽ പോർട്ടൊക്കെ പറഞ്ഞു. അത് നമുക്ക് അധികം പറയാനുണ്ടായില്ല ഹാർഡ്വെയർ, കാരണം ഓൾറെഡി നമ്മൾ കീബോർഡും മൗസും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട്. സോഫ്റ്റ്വെയർ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ആ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് കമ്പ്യൂട്ടറിലോട്ട്. പ്രോഗ്രാം എന്ന് പറയും. പ്രോഗ്രാമേഴ്സ് ആണ് അതൊക്കെ എഴുതി കൊടുക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് നമ്മൾ ഡീൽ ചെയ്തത്. അപ്പോൾ ടാലി ഒരു ഡാഷ് സോഫ്റ്റ്വെയർ ആണ്. ഒരു ചോദ്യം വന്നാൽ ഏതാണ്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് അല്ലേ? ഇനി MS ഓഫീസ് അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. വിൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ ഓവറോൾ എന്താ പഠിച്ചത്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ ഫിസിക്കൽ കമ്പോണൻസ് ആണ്, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞതിൽ ഇൻപുട്ട് ഡിവൈസസ്, മോണിറ്റർ, ഔട്ട്പുട്ട് ഡിവൈസസ് അതൊക്കെ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള പെരിഫറൽസ്, പോർട്സ് മാത്രമാണ് നോക്കിയത്. പെരിഫറൽസ് എന്താണ്, പോർട്സ് എന്താണെന്നൊക്കെ പറഞ്ഞു. പോർട്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്സ് എന്താണെന്നൊക്കെ പറഞ്ഞു അല്ലേ? പിന്നെ സോഫ്റ്റ്വെയർ വന്നപ്പം ഏതൊക്കെ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ആണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്, ഫേംവെയർ ഉണ്ട്, പിന്നെ പ്രിപ്പറേറ്ററി സോഫ്റ്റ്വെയർ ഉണ്ട്, ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്, ജനറൽ സോഫ്റ്റ്വെയർ, ജനറിക് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. ഒരു എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, എക്സാമ്പിൾ എന്താണ്? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു മീഡിയേറ്റർ പോലെ നിൽക്കുന്ന. എക്സാമ്പിൾ മറ്റേ വിൻഡോസ് ആണ്. അതുപോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എക്സാമ്പിൾ ടാലി എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ടാസ്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉള്ളത്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ചില ഫംഗ്ഷൻസ് കോപ്പി ചെയ്യുക, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് ചെയ്യാനാണ്. സോഫ്റ്റ്വെയർ ഏതൊക്കെ ടൈപ്പാണ്, ഓരോ സോഫ്റ്റ്വെയറിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാൻ. ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ ആൾ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കണം, ഫ്രണ്ട്സിന് പരമാവധി ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.